ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഞാൻ പറയുന്നത് ആഖിറത്തിലും ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിനും ആണിനുമേ ഈ ഭൂമിയിൽ കുടുംബമായി ജീവിക്കാൻ കഴിയും. അല്ലാഹു നമ്മളങ്ങനെ ആക്കി തരട്ടെ. അല്ലാഹു നമ്മളങ്ങനെ ആക്കി തരട്ടെ. മഹാനായ ഉമർ റളിയല്ലാഹു തആല ഒരൽപ്പവും കൂടി അകത്തോട്ട് കയറിയപ്പോ പ്രിയപ്പെട്ട മകളായ ഹഫ്സ റളിയല്ലാഹു തആല ഉപ്പാനെ കണ്ട് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശാദത്തോടെ നിൽക്കുകയാ. തന്റെ മകള് പട്ടിണിയിലാണെന്ന് ഭാര്യാപിതാവ് കണ്ട ജാള്യതയോട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കളയിൽ പോയി അവിടെ ചെന്നിട്ട് നോക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഒരു മാസമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല. അവസാനം അവിടെ നോക്കുമ്പോ അടുക്കളയിൽ ഒരു തോൽപാത്രം കൊണ്ടെന്തോ മൂടി വെച്ചിട്ടുണ്ട്. ആ തോൽപാത്രത്തിന്റെ മൂടിയൊന്ന് പൊന്തിച്ചു നോക്കുമ്പോ അതിന്റെ ഉള്ളില് പകുതി മുറിച്ച ഒരു ഗോതമ്പിന്റെ റൊട്ടി കഷണം ഇരിക്കുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ ഏക ഭക്ഷണം. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ പാത്രത്തിൽ നിന്ന് പകുതി കടിച്ചതിന്റെ പകുതി ഇരിക്കുന്ന ഗോതമ്പ് റൊട്ടി കയ്യിലെടുത്തപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. തന്റെ പ്രിയപ്പെട്ട മകൾ ഒരു മാസമായി ഈ പകുതി റൊട്ടി കഷണം തിന്നിട്ടാണ് ജീവിക്കുന്നതെന്ന് എന്റെ ഭാര്യാപിതാവ് അറിഞ്ഞല്ലോ എന്ന ജാള്യതയോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശാലത്തോടെ നിൽക്കുമ്പോ മഹദിയായ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ മെല്ലെ അടുത്തേക്ക് വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് ചേർന്ന് നിന്ന് അവിടുത്തെ വിരലുകൾക്കിടയിലേക്ക് തന്റെ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മൗനമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കി, യാ റസൂലല്ലാഹ്, അങ്ങ് വിഷമിക്കണ്ട നബിയേ, ഒരു മാസമായി നമ്മുടെ വീട്ടിലെ പട്ടിണി എന്റെ വാപ്പറിഞ്ഞെങ്കിലും അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് വിഷമിക്കണ്ട, ഹഫ്സയ്ക്ക് പരാതിയില്ലല്ലോ യാ റസൂലല്ലാഹ്. ഇതേവരെ ഹഫ്സ പരാതി പറഞ്ഞിട്ടില്ലല്ലോ നബിയേ. ഈ ഒരു മാസം പട്ടിണി കിടന്നിട്ടും അങ്ങയുടെ കൂടെ സ്നേഹത്തോടെ ചേർന്ന് നിന്നതല്ലാതെ ഈ ഹഫ്സയ്ക്ക് പരിഭവമില്ലല്ലോ യാ റസൂലല്ലാഹ്. നമ്മുടെയൊക്കെ മനസ്സ് വല്ലാതെ വേദനിക്കുമ്പോ നമ്മുടെ ഭാര്യ അടുത്ത് വന്നിട്ട് നമ്മുടെ കൈവിരലിലൊന്ന് മുറുകെ പിടിച്ചിട്ട് ഒരു വാക്ക് പോലും അവളെ പറയണ്ട, ആ വിരലിലൊന്ന് മുറുകെ പിടിച്ചിട്ടും മെല്ലെ ഒന്ന് അമർത്തിയാലും മതി. അതിന്റെ അർത്ഥം മരണം വരെ ഞാൻ കൂടെയുണ്ടെന്നല്ലേ. എത്രയോ ഭർത്താക്കന്മാര് കൊതിക്കാറുണ്ട്, അവളൊരു വാക്കുപോലും മുഖത്തോട്ട് പറയണ്ട, ഞാനുണ്ട് കൂടെ എന്ന് പറയണ്ട, ആ വിരലിലൊന്ന് ചേർത്ത് പിടിച്ചിട്ടും മെല്ലെ ഒന്ന് മുറുകിയാൽ ആര് കൈവിട്ടാലും ഈ വിരലിൽ നിന്ന് ഞാൻ കൈവിടില്ലെന്നല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹഫ്സ റളിയല്ലാഹു തആല അവിടുത്തെ വിരലിലോട്ട് ചേർത്ത് വെച്ച് പറയുമ്പോ ഉമർ റളിയല്ലാഹു തആല പാതി റൊട്ടി കഷണവുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലെത്തി. എന്തേ ഉമറേ, കവിൾ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകയിട്ട്, യാ റസൂലല്ലാഹ്, എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. കിസ്റയുടെയും കൈസറിന്റെയും ചക്രവർത്തിമാര് ഭക്ഷണം കഴിച്ചിട്ട് അധികം വരുന്നത് നാൽക്കാലികൾക്കും നായകൾക്കും വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നബിയേ. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബായ അങ്ങ് ഇവിടെ പട്ടിണി കിടക്കുന്നല്ലോ യാ റസൂലല്ലാഹ്. ആ സമയത്ത് തന്റെ ഭാര്യ പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, ഉമറേ ഉമറേ, നിനക്കറിയുമോ കിസ്റയും കൈസറും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വരുന്നത് നദിയിലേക്ക് വലിച്ചെറിയുന്നവരാ. പക്ഷേ بأن لهم الدنيا ولنا الآخرة.
ഉമറെ അല്ലാഹു കിസ്റയ്ക്കും കൈസറിനും ദുനിയാവാണ് കൊടുത്തത്, പക്ഷേ അല്ലാഹു നമുക്ക് നൽകിയതോ വലനൽ ആഖിറ. അല്ലാഹു നമുക്ക് നൽകിയത് ആഖിറമല്ലയോ? അല്ലാഹു നമുക്ക് നൽകിയത് സ്വർഗമല്ലയോ? സ്വർഗത്തിന്റെ പട്ടുവസ്ത്രം നമുക്കല്ല ഉമറേ, സ്വർഗത്തിന്റെ ഭക്ഷണങ്ങൾ നിന്റെ മോൾക്കല്ല ഉമറേ, സ്വർഗത്തിന്റെ പനിനീരിന്റെ പുട നിന്റെ മോൾക്കാണല്ലോ ഉമറേ. പിന്നെന്തിനാ ഭയപ്പെടുന്നത്, കുണ്ടിരപ്പെടുന്നത്? ഇവിടെ കുറച്ച് കട്ടപ്പെട്ടാലും അല്ലാഹു നാളെ സ്വർഗമാണ് നമുക്ക് പകരം തരുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഈ എളമ്പള്ളൂർ ജീലാനി നേർച്ചക്ക് വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഈ ദുനിയാവിൽ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് കിട്ടണമെന്നില്ല, ആഗ്രഹിച്ച ഭർത്താവിനെ തന്നെ കിട്ടണമെന്നില്ല, ആഗ്രഹിച്ച ഭാര്യയെ തന്നെ കിട്ടണമെന്നില്ല. പക്ഷെ ഇതിനേക്കാളൊക്കെ അപ്പുറം അല്ലാഹു സ്വർഗം വെച്ചിട്ടുണ്ടല്ലോ. ആ സ്വർഗത്തിൽ അല്ലാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയാ, ജന്നാത്തു അദീനിൻ. അല്ലാഹു ഏദൻ തോട്ടമാണ് നല്ല ഭാര്യ ഭർത്താക്കന്മാർക്ക് കൊടുക്കുക. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. മരിച്ചിട്ട് നാളെ പടച്ചറപ്പിന് മുമ്പിൽ പോകുമ്പോ ജന്നാത്തു അദീൻ, ഏദൻ തോട്ടമാണ് അല്ലാഹു നൽകുന്നത്. ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ ജന്നാത്തു അദീനിനെ യദ്ഖുലൂനഹാ, താഴ്വാരത്തിലൂടെ പച്ച പരവതാനി വിരിച്ച താഴ്വാരങ്ങളുടെ മുകളിൽ അല്ലാഹു ഏദൻ തോട്ടത്തിൽ ഒരു വലിയ മാളിക നൽകുമത്രേ. അല്ലാഹു നമുക്ക് ആ വീട് നൽകട്ടെ. സഹോദര സഹോദരി, ശ്രദ്ധയോടെ ജീവിക്കീൻ. നാളെ പരലോകത്ത് ഏദൻ തോട്ടത്തിൽ അല്ലാഹു നമുക്കൊരു വീട് തരും. മസാകിന തയ്യിബ, ഏറ്റവും നല്ല വീടാണ് തരിക. അല്ലാഹു നമുക്ക് ആ വീട് തരട്ടെ. ആമീൻ മനുഷ്യന്മാരെ ഉറക്കെ പറയും, അല്ലാഹു നമുക്ക് ആ വീട് തരട്ടെ. ആ വീടിന്റെ പ്രത്യേകത അത് സ്വർണത്തിന്റെ ഇഷ്ടികകളാൽ നിർമ്മിക്കപ്പെട്ടതാ. ഇടയിൽ ഡിസൈനിനു വേണ്ടി ചെറിയ വെള്ളിയുടെ ഇഷ്ടികകൾ വെച്ചിട്ടുണ്ട്. ആ വീടിന്റെ താഴ്വാരത്തു കൂടി തടാകങ്ങൾ ഇങ്ങനെ തടം തല്ലിയാ തൊടുകുന്നുണ്ട്. നിങ്ങളുടെ കനാല് പോലെ, ഇവിടുത്തെ കനാല് കരിമീൻ കെട്ടുന്ന കനാല് തൊന്നിട്ട് മനുഷ്യന്മാരുടെ കാഞ്ഞിലോട്ട് കായലെന്താ, കാഞ്ഞിലോട്ട് കായല്. ആ കായലിന്റെ സൈഡിൽ ഒരു വീട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ? കായലിന്റെ സൈഡില്, കടലിന്റെ സൈഡില്, ബീച്ചിന്റെ സൈഡില് ഒക്കെ അല്ലാഹു സ്വർഗത്തിൽ പറയുന്നത് ഏദൻ തോട്ടം. അല്ലാഹു നമുക്കതിനെ തൗഫീക്ക് നൽകട്ടെ. താഴ്വാരത്തിലൂടെ നദികൾ ഇങ്ങനെ തടം തല്ലി തൊടുകാൻ അവിടെ ഒരു വീട്. ആ വീടിന്റെ ഇഷ്ടിക സ്വർണമാണ്. ഇടയ്ക്ക് ഡിസൈനിന് വേണ്ടി വെള്ളി ഇഷ്ടിക. ഒറ്റമുത്തിനാലുള്ള മാളിക, ഒറ്റമുത്തിനാലുള്ള മാളിക, അതിലുള്ള മണ്ണും ചരലും മിസ്കും ജൗഹറ. പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. തഴവാ ഉസ്താദ് ഇതിനെ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അതിന്റെ മുറ്റത്ത് തന്നെ മരതകരത്നങ്ങൾ വിരിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ അകത്തെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? അത്ര നല്ല വീട് അല്ലാഹു ആ വീട് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എളമ്പള്ളൂർ ഒരു വീട്ടിൽ ആരൊക്കെ താമസിച്ചോ അതേപോലെ അല്ലാഹു സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടും. യദ്ഖുലൂനഹാ, ആ വീട്ടിലേക്ക് കയറി വരും. ആരൊക്കെ കയറി വരണം? നാളെ സ്വർഗത്തിൽ ആ വീട് തരുമ്പോ ആ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോ അതിനകത്തെ ആളുകളാരെന്നറിയോ? യദ്ഖുലൂനഹാ, ആ വീട്ടിലേക്ക് കയറി വരുന്നത് വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം, വമൻ സലഹ മിൻ ആബായിഹിം, അവരുടെ സാലിഹീങ്ങളായ വാപ്പയും ഉമ്മയും, വാപ്പയും ഉമ്മയും നല്ല സാലിഹീങ്ങളായ 5 വഖത്ത് നിസ്കരിച്ച അല്ലാഹനെ പേടിച്ചു ജീവിച്ച നല്ല വാപ്പമാരാണോ ആ വീട്ടിൽ നമ്മുടെ വാപ്പയും ഉമ്മയും ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ സ്വർണത്തിന്റെ കട്ടില്, സ്വർണത്തിന്റെ വീട്,
അതിൽ വാപ്പയും ഉമ്മയും, പിന്നെ രണ്ടാമതാരാ അസ്വാജിഹിം, നമ്മുടെ ഭാര്യമാരും. ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടാവും, ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഭാര്യ ഉണ്ടാവും. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയും അവിടെ എത്തിക്കട്ടെ. ആകെ ഒരു 4 പേര് ആമീൻ പറയും. പടച്ചോനെ ഈ പണ്ടാരം ഇവിടെ തന്നെ ഇടങ്ങേറാണ്, ഇനിയിപ്പോൾ ആമീൻ സ്വീകരിച്ച് അവിടെയും വരുമെന്ന് ഓർത്തിട്ടാ. ആകെ ഒരു 3-4 പേരാണ് ആമീൻ പറഞ്ഞത്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ എവിടെ തരട്ടെ. ഉറക്കാമീൻ പറഞ്ഞ മനുഷ്യന്മാർ കണ്ട, പെണ്ണുങ്ങൾ കണ്ട, ആകെ ഒരു 3 പേര് ഇതേ ഭാര്യമാരെ തന്നെ അള്ളാഹു നാളെ അവിടെ തരും. പക്ഷേ ആ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹമുള്ളവരാവണം, ഐക്യമുള്ളവരാവണം, ഇല്ലെങ്കിൽ എത്തൂല. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ഒരു ഐക്യമുണ്ടാകണം, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ഒരു സ്നേഹം ഉണ്ടാവണം. അതുകൊണ്ടേലേ പറ്റൂ. വഴക്കെല്ലായിടത്തുണ്ടാവും, പക്ഷെ വഴക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പറഞ്ഞു മാറ്റണം. വഴക്കവിടെ ഇല്ലാത്തത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഹജ്ജിന് പോകുമ്പോ 9 ഭാര്യമാരെയും കൂട്ടിയിട്ടാണ് പോയത്. ആകെ ഒരു ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജിന് പോകുമ്പോ 9 ഭാര്യമാരെയും കൂട്ടിയിട്ടാണ് ഹജ്ജിന് പോയത്. നമ്മൾ ഒരെണ്ണത്തിനെയും കൂടെ കൊണ്ടാ പോണ പാട് കട. ഒരെണ്ണത്തിനെയും കൊണ്ട് പോയാൽ നമ്മൾ പെടണ പാട് 9 ഭാര്യമാരും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞു തിരിച്ചു വരാൻ നേരത്ത് ആയിഷ റളിയല്ലാഹു തആലയുടെ ഒട്ടകം നല്ല ബലമുള്ള ഒട്ടകമാണ്. പക്ഷെ ആയിഷ ബീവിക്ക് ലഗേജ് കുറവാണ്. പക്ഷെ വേറൊരു ഭാര്യയായ സഫിയ റളിയല്ലാഹു തആല മഹദിയുടെ ഒട്ടകം വളരെ ബലഹീനമാണ്, പക്ഷെ ലഗേജ് വളരെ കൂടുതലുമാണ്. ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാന്നപ്പോ ആയിഷ ബീവിയുടെ ഒട്ടകത്തിന് നല്ല വലിപ്പമുള്ള ഒട്ടകമാണ്, ലഗേജ് വളരെ കുറവാണ്. സഫിയ ബീവിയുടെ ഒട്ടകം ദുർബലമാണ്, ലഗേജ് കൂടുതലാണ്. സഫിയ റളിയല്ലാഹു തആല ലഗേജ് എടുത്തു വെക്കാൻ വല്ലാതെ കഷ്ടപ്പെടുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഒട്ടകത്തിന് നല്ല ബലമുള്ളതല്ലേ, ലഗേജും കുറവല്ലേ, സഫിയയുടെ ലഗേജ് കുറച്ചെടുത്ത് നിന്റെ ഒട്ടകത്തിന്റെ മുകളിൽ വെക്കാൻ പറഞ്ഞു. ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ പെണ്ണിന് പെണ്ണിൻ്റെതായൊരു സ്വഭാവമുണ്ട്. അത് നബി തങ്ങളുടെ ഭാര്യമാർക്ക് ഉണ്ടായിരുന്നു. സ്ത്രീകളുടേതായൊരു സ്വഭാവമുണ്ട്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ എടുത്തു വെക്ക്. അപ്പോൾ ചോദിച്ചു, ഈ ജൂതന്റെ മകള് ഞങ്ങളെ ഭരിക്കാൻ തുടങ്ങുകയാണോ? ആയിഷ ബി എടുത്ത വായിക്ക് ചോദിച്ചു, ഈ ജൂതന്റെ മകള് നമ്മളെയും ഭരിക്കാൻ തുടങ്ങിയാണ്. സഫിയ റളിയല്ലാഹു അൻഹയുടെ വാപ്പ ജൂതനാണ്, ഇവര് മുസ്ലിമായി വന്നതാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടുമ്പോ സഫിയ ബീവി ആയിഷ ബീവി ഒക്കെ ചോദിക്കടി ജൂതന്റെ മോളെ എന്ന് വിളിക്കും, ഇടീ ജൂതന്റെ മോളെ എന്ന് വിളിക്കും. അപ്പൊ ഇതേപോലെ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ പറഞ്ഞു, ഈ ജൂതന്റെ മകൾ ഞങ്ങളെയും ഭരിക്കാൻ തുടങ്ങിയപ്പോ അവളുടെ ലഗേജ് ഞാൻ ചുമക്കണോ? നമ്മളിപ്പോ 2 ഭാര്യമാരായിട്ട് ഉംറയ്ക്കൊക്കെ പോയി എയർപോർട്ടിൽ വരുമ്പോ ലഗേജ് തൂക്കുമ്പോണ്ടാണ് പ്രശ്നം തന്നെ. സംഭവം തന്നെയാണ്. 2 ഭാര്യമാരായിട്ട് പോയപ്പോ, ഞാൻ കഴിഞ്ഞ ഏപ്രിൽ ഉംറയ്ക്ക് പോകുമ്പോ ഞാൻ താമസിച്ച ഹോട്ടലിൽ ഒരാളുണ്ടായിരുന്നു, ഒരു മുസ്ലിയാരുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒരു പട്ടാളക്കാരൻ, അതിർത്തിയിൽ കുറെ നാൾ പട്ടാളക്കാരനായിട്ട് ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത അയാൾ ഉംറയ്ക്ക് വന്ന് 2 ഭാര്യമാരുമായിട്ട്. അയാൾ മക്കയിൽ വന്ന ഏതായാലും കുഴഞ്ഞു, 2 ഭാര്യമാര് തമ്മിൽ വഴക്കായി. മക്കയിൽ വെച്ച് ഹറമിൽ വെച്ച് 2 ഭാര്യമാരും തമ്മിൽ ഭയങ്കര വഴക്കായി. അപ്പൊ ഇയാള് അമീറായി ഉസ്താദിനോട് വിവരം പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു കാര്യം ചെയ്ത്, താഴെ കബീർ വാക്കവി ഉണ്ട്, നമുക്ക് ഉസ്താദിനോട് പോയെന്ന് പറയാം, ഉസ്താദിന്റെ അടുത്തൊക്കെ ദുആ ചെയ്യണല്ലേ, നമുക്ക് ഉസ്താദിനോട് പറയാൻ മതി, ഇയാളെ വിളിച്ചോണ്ട് എൻ്റെ എടുക്കും. അപ്പൊ ഞാൻ നോക്കിയാൽ നല്ലൊരു ജവാനായ മനുഷ്യൻ. ഞാൻ ചോദിച്ചാൽ എന്തേ? എൻ്റെ പൊന്നുസ്താദെ, അതിർത്തിയിൽ 10-20 വർഷം ഞാൻ ഈ പട്ടാളക്കാരുടെ അടുക്കൽ തോക്കുമായിട്ട് പിടിച്ചിരുന്നവനാ. ഞാൻ അതിർത്തിയില് ഈ പാഞ്ഞു വന്ന സൈന്യത്തിന്റെ മുമ്പിൽ മഞ്ഞുമലയുടെ ഇട വെച്ച് ഞാൻ തോക്കും പിടിച്ച് 10-20 വർഷം ഞാൻ പിടിച്ചിരുന്നു. പക്ഷേ ഈ 2 എണ്ണത്തിന്റെ ഇടയിൽ എനിക്ക് പിടിച്ചിരിക്കാൻ ശരി, അത് 2 തമ്മിൽ ഭയങ്കര അടിയാണ്. ഇതൊന്നും നിൽക്കാൻ പറ്റില്ല. ഇവര് 2 പേരും തമ്മിൽ യോജിക്കാൻ എന്തെങ്കിലും ഒരു സലാത്തോടെ ഉസ്താദ് പറയാമോ? ഞാൻ പറഞ്ഞു, ഈ 2 പെണ്ണുങ്ങളും തമ്മിൽ യോജിക്കാൻ സലാത്തൊന്നുമില്ല, വളരെ എളുപ്പം ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. അയാൾ ചാടി ഒന്ന് പറഞ്ഞ ഉസ്താദ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ 3ാമത് ഒന്നുകൂടി കെട്ടു. അപ്പൊ അതിനെതിരെ ഈ 2 എണ്ണവും യോജിക്കും, അല്ലാതെ വേറൊരു വഴി ഞാൻ കാണില്ല. അപ്പൊ ഇത് 2 ഒന്നിക്കും അതിനെതിരെ. അത് ഇവരുടെ വർഗശത്രുവാവും. സ്ത്രീക്ക് സ്ത്രീയുടേതായ സ്ത്രൈണതയുടെ സ്വഭാവം
എപ്പോഴും. ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഈ ജൂതന്റെ മകള് ഞങ്ങളെ ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സഫിയ റളിയല്ലാഹു അൻഹ ഇത് കേട്ട് കരഞ്ഞു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭയങ്കര സങ്കടമായി. ഏതായാലും യാത്ര തിരിച്ച് വീട്ടിലെത്തി, മദീനയിലെത്തി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ഇതിന്റെ പേരിൽ പിണങ്ങി. ഇതിന്റെ പേരില് രണ്ടുപേരും തമ്മിൽ പിണങ്ങി. പിണക്കം ഇത്ര രൂക്ഷമായി. ഫഹക്കമ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു ആരാ? ആയിഷ ബീവിയുടെ വാപ്പ. ഞാനിപ്പോ പിണക്കം എൻ്റെ അമ്മായിപ്പനോട് പറയാം, നിങ്ങളൊന്ന് വീട് വരെ വരണം, പ്രശ്നമുണ്ട്. വിളിച്ചു വരുത്തി വീട്ടിൽ. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ്. ഞാൻ പറഞ്ഞുതരാം, ഇത് മാത്രമല്ല, സമയമുണ്ടോ ഇരിക്കാൻ? ഇത് കേട്ടാ ഇപ്പൊ ആർക്കാ മുഷിവുണ്ടാവുക? നരകോ ഹിസാബോ ഒക്കെ പറഞ്ഞാലല്ലേ ഉസ്താദെ പെട്ടെന്ന് നിർത്താൻ പറയും. ഇത് പറഞ്ഞ ഇപ്പൊ ആർക്കും പ്രശ്നമില്ല, അവനാന്റെ ജീവിതത്തിലൊക്കെ ഉണ്ടാകണതാണ്. ഈ വിഷയത്തിന്റെ മേൽ തെറ്റി മധ്യസ്ഥനായി അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. ഹബീബായ നബി തങ്ങൾ ആയിഷ ബീവി റൊട്ടി ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആയിഷ, നീ ആദ്യം പറയുന്നു അതല്ല ഞാൻ പറയണോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ നിങ്ങൾ ആദ്യം പറഞ്ഞോളുക, എനിക്ക് കുറച്ചേറെ പറയാനുണ്ട്, നിങ്ങൾ ആദ്യം പറഞ്ഞു. റൊട്ടി ഉണ്ണതിന്റെ ഇടയിൽ ഈ പെണ്ണുങ്ങളുടെ ശുണ്ഠിത്തത്തിന്റെ വർത്താനം ഉണ്ടല്ലോ. ചില തന്നെ പാവങ്ങളല്ലേ പിണങ്ങിയിരിക്കണ്ടെന്ന് പറഞ്ഞ് മിണ്ടാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങോട്ടില്ല എടി ഒട്ടോണോട് മോന്തയ്ക്ക് വെച്ച് കൊടുക്കാന്ന്. നമ്മളെന്നാ പിണക്കം തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്ത് പോയി കൂടി, എടി നമുക്ക് ഇന്നൊന്ന് വൈകുന്നേരം വെളിയിലൊന്ന് ഹോട്ടലിൽ പോയി നമുക്ക് കഴിച്ചാലോ? ഇവിടെ ഇല്ലാതിട്ടാണ് ഇപ്പൊ തിന്നാൻ വേണ്ടി അങ്ങോട്ട് വെളിയിലോട്ട് പോകണം. ഞാൻ ഉണ്ടാക്കണമെന്ന് പറ്റൂല, ഒരു കുത്തും കൊണ്ട് കൊടുക്കാൻ തോന്നും. അത് സ്ത്രീക്ക് സ്ത്രൈണതയുടെ ഒരു സ്വഭാവമുണ്ട്. അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് പുരുഷനാണ്. അവിടെ അഡ്ജസ്റ്റ് വിവേകം ഉണ്ടാകേണ്ടവർക്ക് നമുക്കല്ലേ. അത് അവളവളുടെ മനസ്സിലെ സങ്കടം കൊണ്ട് പറയണാണ്, അല്ല നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ട് പറയണല്ല എന്ന് കരുതിയിട്ട് അതിനെ വിവേകത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് പുരുഷനാണ്. അല്ല അവൾ എന്നോടത് പറയാൻ കൂടെ കൊടുത്തു പറയണോ ചള്ളക്ക് ഒരു കുത്തും കൂടി, അങ്ങനെയല്ല. പുരുഷൻ മനസ്സിലാക്കാൻ കഴിയണം പെണ്ണിന് അത് സ്ത്രൈണതയുടെ സ്വഭാവമാണ്. അവള് കയർക്കും ചാടും ഒക്കെ ചെയ്യും. അപ്പൊ അതിനൊരു തമാശയായിട്ട് കണക്കാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിൽ പിടിച്ചൊരു തള്ളം കൊടുത്തു. അപ്പൊ കണ്ടുകൊണ്ട് നിന്ന ഭാര്യയുടെ ഉമ്മ ഭാര്യ വഴക്ക് പറഞ്ഞിട്ട് അടിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മായി അമ്മയോട് പറഞ്ഞു, നിങ്ങൾ അവളെ അടിക്കണ എന്തിനാണ്? ഈ പെണ്ണുങ്ങൾ ഇതിനേക്കാളും വലുത് എന്നോട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മായിയമ്മയോട് ചോദിച്ചാണ്, ഈ പെണ്ണുങ്ങള് ഇതിനേക്കാളും വലുത് ഈ പെണ്ണുങ്ങൾ എന്നെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഇപ്പൊ തള്ളണല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭർത്താവ് അതിനെ ആ രീതിയിൽ വളരെ രസമായിട്ടാണ് അതിനെ കരണാക്കി. അല്ലെ എന്നെ തള്ളിയ നിന്നെ തള്ളൂന്നല്ല, അത് അവരുടെ ഇടയിൽ ഒരു സ്നേഹത്തിന്റെ കഥകൾ മാത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ നീ ആദ്യം പറയണോ അതല്ല ഞാൻ പറയണോ? മധ്യസ്ഥം വന്ന് നിന്റെ വാപ്പ പറയാൻ തുടങ്ങിയോ? റൊട്ടി ചുടുന്നതിന്റെ ഇടയിൽ പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞോ, എനിക്കൊരു ഇത്തിരി കൂടുതൽ പറയാനുണ്ട്, നിങ്ങൾ ആദ്യം പറ, നിങ്ങൾ വലിയ ആളായിട്ട് ഇങ്ങനെ നടക്കല്ലേ, എനിക്ക് കുറച്ച് കൂടുതൽ പറയാനാണ്, നിങ്ങൾ ആദ്യം പറഞ്ഞോളാൻ പറഞ്ഞു. പെണ്ണിന്റെ ഒരു ശുണ്ഠി വർത്താനം. ഇത് പറഞ്ഞ ഉടനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, പത്രേ നിങ്ങൾ ആദ്യം പറഞ്ഞോ, പക്ഷേ ലാ തഖൂലു ഇല്ലൽ ഹഖാ, ഹക്കായതല്ലാതെ നിങ്ങൾ എന്നെ കുറിച്ച് പറയരുത്. എന്റെ വാപ്പയോട് എന്നെ കുറിച്ച് പരാതി പറയുമ്പോ വളരെ പറയാവൂ, ഇല്ലാത്തത് നിങ്ങൾ കയ്യിലിട്ടിട്ട് കള്ളം നിങ്ങൾ എന്റെ വാപ്പയോട് എന്നെ കുറിച്ച് പറയരുത്. ഇത് കേട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. ചാടിയെഴുന്നേറ്റ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചുമലിലേക്ക് ആഞ്ഞടിച്ചിട്ട് ചോദിച്ചു, ആയിഷ എന്ത് വർത്തമാനമാണ് നീ പറഞ്ഞത്? അവയഖൂലു ഇല്ലൽ ഹഖാ, ഹബീബായ നബി തങ്ങൾ ഹക്കായതല്ലാതെ ഇതേവരെ പറഞ്ഞിട്ടുണ്ടോ ആയിഷ? ആരോടാണ് നീ ഇത് പറയുന്നത്? കള്ളം പറയരുതെന്ന് ഇതേവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചിട്ട് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലല്ലോ ആയിഷ.
അടികൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ അറിയാതെ പൊട്ടിക്കരഞ്ഞുപോയി. കാരണം ഭർത്താവിന്റെ മുമ്പിൽ തോറ്റും പോയി, വാപ്പാന്റെ കയ്യിൽ നിന്ന് അടിയും കിട്ടി. ജാള്യതയോടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ നിന്ന് കരയുന്നത് കണ്ടപ്പോ കൊച്ചുകുട്ടിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. വാപ്പാന്റെ അടിയും കിട്ടി, ഭർത്താവിന്റെ മുമ്പിൽ തോറ്റും പോയി. സഹോദരാ സഹോദരാ, സ്വർഗത്തിലേക്ക് നീണ്ടുപോകുന്ന ഈ കുടുംബ ബന്ധത്തെ പ്രണയത്തിന്റെ നൂലിഴകളിൽ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് വെക്കുകയാ. ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റപ്പെട്ട് നിന്ന് കരയുന്നത് കണ്ടപ്പോ ഭർത്താവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. നേരെ ചെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കഴുത്തിലൂടെ തന്റെ റിസാലത്തിന്റെ കൈയിട്ട് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ, ആയിഷ കരയണ്ട, ആയിഷ എന്തിനാണ് മോളെ കരയുന്നത്? അതേവരെ പിണങ്ങി നിന്ന് പിണക്കം തീർന്നു. തന്റെ ഭാര്യയെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂബക്കറെ, നിന്നെ ഞാനൊരു മധ്യസ്ഥനായിട്ട് വിളിച്ചതല്ലേ, നിന്റെ മകളായിരിക്കാം, പക്ഷെ എന്റെ ഭാര്യ അടിക്കാൻ നിന്നോട് ആര് പറഞ്ഞ? അബൂബക്കറെ, എന്റെ ആയിഷ നീ എന്തിനാണ് അടിച്ചതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരാ, ഇതാണ് എന്റെ ഭാര്യയുടെ കണ്ണുനീര് കാണുമ്പോ, തന്റെ ഭാര്യ കരയുന്നത് കാണുമ്പോ ഏത് ഭർത്താവിന്റെ നെഞ്ചുരുകുന്നുവോ അവനാണ് സ്വർഗത്തിലേക്ക് തന്റെ ഭാര്യയെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഭർത്താവ്. അബൂബക്കറെ, മധ്യസ്ഥം വേണ്ട, പോയിക്കോ പോയിക്കോ, എന്തിനെന്റെ ഭാര്യയെ അടിച്ചു, എന്തിനാണ് അവളെ ഒറ്റപ്പെടുത്തിയത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു അത്രേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹോദരാ, പറഞ്ഞാലും തീരാത്ത കുടുംബ ബന്ധത്തിന്റെ ഓർമ്മകൾ നമുക്ക് നൽകിയ ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾ അല്ലാഹു ചേർത്ത് തരട്ടെ. ആമീൻ പറയീൻ. അല്ലാഹു നമുക്ക് ചേർത്ത് തരട്ടെ, അല്ലാഹു നമുക്ക് ചേർത്ത് തരട്ടെ. എത്രമേൽ സ്നേഹത്തിലാണ് അവര് ജീവിച്ചു പോയത്, എത്രമേൽ സ്നേഹത്തിലാണ് അവര് നടന്നുപോയത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇക്കഴിഞ്ഞ ദിവസം ഹംദാൻ ഫൗണ്ടേഷനിൽ എന്നെ കാണാൻ ഒരു ഭാര്യയും ഭർത്താവും വന്നു. സുന്ദരിയായ ഭാര്യ, ചെറുപ്പക്കാർ. ഹംദാൻ ഫൗണ്ടേഷൻ നിങ്ങൾക്കറിയാം, റഹീം സാഹിബ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ആയൂരിനടുത്ത് കാരാളികോണത്താണ്, ആയൂരിന്ന് 3 കിലോമീറ്റർ. അൽഹംദുലില്ലാഹ് 130 ഹാഫിളുകൾ പഠിക്കുന്നുണ്ട്. 130 ഹാഫിളുകൾ. ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാം. ഒരു ഹാഫിളിന്റെ ദുആ, ഒരു ഹാഫിളിനെ തൊടാൻ വളു വേണമെന്നാണ്. അൽഹംദുലില്ലാഹ് അവിടെ ദുആയ്ക്ക് വേണ്ടി ധാരാളം ആളുകൾ, ഇവര് കോട്ടക്കൽ സ്വദേശികളാണ്, ഭാര്യയും ഭർത്താവും കൂടി വന്നു. ദുആയ്ക്ക് വേണ്ടി ധാരാളം ആളുകൾ 6666 നേർച്ചയാക്കും ഹാഫിളീങ്ങൾക്ക്. ഖുർആനിൽ 6666 ആയത്തുകളുണ്ടെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ് 6666 ഖുർആന്റെ ആയത്തിന്റെ എണ്ണത്തിനനുസരിച്ച് ഹാഫിളീങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ. ക്യാൻസർ വന്നവർ, മക്കളില്ലാത്തവർ, വിസ ശരിയാവാത്തവർ, കച്ചവടം നടക്കാത്തവർ, അൽഹംദുലില്ലാഹ് ഏത് വിഷയം ഉണ്ടായാലും ധാരാളം ആളുകൾ നിയ്യത്താക്കും. ബാക്കവി ഉസ്താദിന്റെ ഹാഫിള് കോളേജിലേക്ക് 6666 രൂപ ഞാൻ അവിടെ വാളിന് പോകുമ്പോ തരും. ചിലപ്പോൾ അതുമായിട്ട് കോളേജിൽ വരും ദുആ ചെയ്യാൻ. ആ ഹാഫിളീങ്ങൾ തഹജ്ജുദിന്റെ സമയത്ത്, ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഹാഫിളീങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്ന് ഇവിടെ വരുമ്പോഴും എനിക്ക് 21-ാം തീയതി പെരിന്തൽമണ്ണയിൽ എടുക്കത്ത് കരിങ്കല്ലത്താണിലാണ് പ്രസംഗം. കഴിഞ്ഞ വർഷം ഞാൻ അവിടെ പ്രസംഗത്തിന് പോകുമ്പോ 20 വർഷമായി കുട്ടികളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ എന്നെ കാണാൻ വന്നു. ഉസ്താദെ, മക്കളില്ല, 6666 നേർച്ചയാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് മറ്റന്നാൾ ഞാൻ അവിടെ പോകുമ്പോ ആ പെൺകുട്ടി ഗർഭിണിയാണ്. പക്ഷെ അവരെ ലീവ് തീർന്നവരിന്ന് ഗൾഫിലേക്ക് പോവാണ്.
ഉസ്താദേ, എന്റെ ഭാര്യ ഗർഭിണിയാണ്. അൽഹംദുലില്ലാ 20 വർഷത്തിന് ശേഷം ആ ഭാര്യ ഒരു വള 2 പവന്റെ ഒരു വള ഊരി അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് ഉസ്താദിന്റെ ഹാഫിളിങ്ങൾ കൊടുക്കാൻ. ഇങ്ങനെ നീറുന്ന പ്രശ്നങ്ങളുമായി ആയിരക്കണക്കിന് ആളുകൾ വന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ പോകുന്ന ദുആ. ഉസ്താദേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ പെണ്ണും ഭർത്താവും കൂടെ വന്നു. എന്റെ റൂമിൽ വന്ന് കാണാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു, ഉസ്താദേ ക്യാൻസർ ആണ് ഭാര്യക്ക്. ഡോക്ടർ പറഞ്ഞത് ഇനി അധികം ആയുസ്സൊന്നുമില്ല. RCCയിൽ പോയിട്ട് വരികയാണ്. കീമോ എടുക്കാൻ പോലും കഴിയില്ല, ആരോഗ്യമില്ല. ഉസ്താദെ, ഡോക്ടർമാര് മുഴുവനും കൈവിട്ടു. RCCയിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു യാതൊരുവിധ പ്രതീക്ഷയും വേണ്ട. പക്ഷെ ആശുപത്രിയിൽ വെച്ച് ഞാൻ നിയ്യത്ത് ചെയ്തു, ഉസ്താദിന്റെ സ്ഥാപനത്തിലേക്ക് 6666 രൂപയും കുട്ടികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണവും. അൽഹംദുലില്ലാ മാസം 3 കഴിഞ്ഞു. ഇപ്പോ ഡോക്ടർ ചെയ്തിട്ട് പറഞ്ഞു കീമോ എടുക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്. ഒരു 50% പ്രതീക്ഷയിലേക്ക് വന്നിട്ടുണ്ട്. ഉസ്താദ് ദുആ ചെയ്യണം, എനിക്ക് ഉറപ്പുണ്ട് ഡോക്ടർമാര് കൈവിട്ട ഞാൻ ഈ ഒരു ഹാഫിളിങ്ങളുടെ ദുആ കൊണ്ട് ഇതുവരെ എത്തിയെങ്കിൽ ഇൻഷാ അല്ലാഹ് തിരിച്ചു വരാൻ കഴിയും. ആ ദുആയ്ക്ക് വേണ്ടി അൽഹംദുലില്ലാ അവിടെ ദുആ ചെയ്ത ഒരു സന്തോഷത്തോടെ ഇരിക്കും. അവസാന പെണ്ണ് അത് പറയാനാണ് ഞാൻ വന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോ 6666 നേർച്ചയാക്കിയ ഹാഫിളിങ്ങൾ ഇവിടെ ആയൂരെത്തിയാൽ, കണ്ണനല്ലൂർ ആയൂരെത്തിയാൽ ആയൂരിന്ന് നേരെ 3 കിലോമീറ്റർ ഓയൂർ പോകുന്ന വഴിക്ക് ഹംദാൻ ഫൗണ്ടേഷൻ 130 ഹാഫിളിങ്ങൾ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ജനുവരി 21-ാം തീയതി രാവിലെ 10 മണിക്ക് കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് മുഹമ്മദ് കോയാത്തങ്ങൾ ജമലുൽ ലൈലി ആയിരക്കണക്കിന് ആളുകൾക്ക് ആശയുടെ കിരണമായ സയ്യിദന്മാരും ഹാഫിളീങ്ങളും ഉലമാക്കളും പങ്കെടുക്കുന്ന ഒരു വലിയ ദുആടെ മജ്ലിസ് രാവിലെ 10 മണിക്ക് ജനുവരി 21-ാം തീയതി രാവിലെ 10 മണിക്ക് അടക്കാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും എത്തണം, കുടുംബസമേതം. ഇൻഷാ അല്ലാഹ് വരൂലേ? അതിൽ പങ്കെടുത്ത് ആ വലിയ ദുആയിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ പിരിയാം. എന്തെങ്കിലും പ്രയാസങ്ങൾ 6666 നേർച്ചയാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ ആ ഭാര്യ എന്നോട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു എന്തിന്? ഉസ്താദെ, എനിക്ക് കൂടുതൽ ജീവിക്കാനില്ല, മരിക്കാൻ എനിക്ക് പേടിയില്ല. പക്ഷേ ഞാൻ മരിച്ചാൽ പിന്നെ എൻ്റെ ഭർത്താവിനാരുമില്ല. ആ ഭാര്യ എന്നോട് പറഞ്ഞ വാക്കാണ്, ഉസ്താദെ ഞാൻ മരിച്ചാൽ എനിക്ക് മരിക്കാൻ പേടി ഉണ്ടായിട്ടില്ല, പക്ഷെ ഞാൻ മരിച്ചാൽ എൻ്റെ ഇക്കാക്ക് പിന്നെ വേറെ ആരുമില്ല. എനിക്ക് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയിട്ട് പോകാൻ പറ്റൂല ഉസ്താദെ, ദുആ ചെയ്യുക. സഹോദര, ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ആ ജീവിതത്തിൽ പരസ്പര സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാന നാളെ പരലോകത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്രമേൽ പ്രശ്നങ്ങളിലാണ് ഹബീബായ നബി തങ്ങളും ഭാര്യമാരും ജീവിച്ചത്. അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ആയിഷ റളിയല്ലാഹു തആല കൂട്ടുകാരികളോട് കഥ പറയാണ്. കഥ പറയുമ്പോ പറഞ്ഞു, എൻ്റെ മടിയിൽ കിടന്നാണ് എൻ്റെ ഭർത്താവ് അവസാനം വിട പറഞ്ഞു. പല്ല് തേക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. ഞാൻ എൻ്റെ വയറ്റിലേക്ക് ചേർത്ത് പിടിച്ച് അറാക്കിന്റെ കമ്പ് കൊണ്ട് എൻ്റെ ഭർത്താവിന്റെ പല്ല് തേച്ച് കൊടുത്തു. എന്നോട് സലാം പറഞ്ഞു, ഞാൻ പോവട്ടെ ആയിഷ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഭർത്താവിന്റെ മടിയിൽ തലവെച്ച് കിടന്ന് വഫാത്തായി. പക്ഷേ മടിയിൽ കിടന്നാണ്, ഭാര്യയുടെ മടിയിൽ കിടന്ന് ഭർത്താവ് മരിക്കും. എന്തിനാണ് കൂടുതൽ വാള് പറയുന്നത്? ഏതോ ഒരിക്കലൊരു ജീവിതത്തിൽ നമ്മുടെ കൈയും പിടിച്ച് നമ്മുടെ ഭാര്യമാർ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നു. നമ്മുടെ മക്കളെ അവൾ പ്രസവിച്ചു തന്നു, നമുക്കവൾ ഭക്ഷണം പാചകം ചെയ്തു തന്നു. അവൾ നമ്മളെയും കാത്തിരുന്നു. വാതിൽപ്പടിയിൽ മുഖം കാണുന്നത് വരെ അസ്വസ്ഥതയോടെ അവൾ നമ്മളെ കാത്തിരുന്നു. എന്തിനീ പിണക്കം, എന്തിനീ മത്സരം, എന്തിനീ വാശി? മരിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവിന്റെ മുഖം ഞാൻ കണ്ടിട്ടേ ഇല്ല. കൂട്ടുകാരികൾ ചോദിച്ചു, ആയിഷ എന്തായി പറയുന്നത്? മടിയിൽ തലവെച്ച് കിടന്നിട്ട്, മടിയിൽ തലവെച്ച് കിടന്ന് പല്ല് തേച്ചു കൊടുത്തു അവസാനം സലാം പറഞ്ഞു പോയിട്ട് മുഖം കണ്ടില്ലെന്നോ? അതെ, ആ സമയത്ത് എൻ്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ ഇരുട്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഭർത്താവിന്റെ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞു. എൻ്റെ ഭർത്താവ് മരിക്കുന്ന നേരത്ത് വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഇല്ലാത്ത വിധം എൻ്റെ വീട് ദാരിദ്ര്യത്തിലായി. വിളക്ക് കത്തിക്കാൻ എണ്ണ ഇല്ലാത്തതുകൊണ്ട് അന്നും വീട്ടിൽ ഇരുട്ടാണ്. അപ്പോഴാണ് എൻ്റെ ഭർത്താവ് മരിച്ചത്. എനിക്ക് മുഖം പോലും കാണാൻ പറ്റി.
സഹോദര, ഇന്ന് നമ്മുടെ വീട്ടിൽ വിളക്കിന് പകരം മുഗൾ രാജവംശത്തിന്റെ ശില്പചാതുരിയുടെ ഇലക്ട്രിക് ബൾബുകളുണ്ട്, കോൺക്രീറ്റ് കൊട്ടാരമുണ്ട്, വീടിന്റെ പോർച്ചിൽ കാറുകളുണ്ട്, ആവശ്യത്തിന് പണമുണ്ട്. പക്ഷേ അടുത്ത് കിടക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ മക്കൾ നമ്മളൊക്കെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ, പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ജീവിച്ചത്? നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ആയുസ് ചെലവഴിച്ചത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒത്തിരി നേരം പറയുന്നതിലല്ല, അവനവന്റെ ജീവിതത്തിൽ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ ഉപ്പ എന്ന് മക്കളൊന്ന് വിളിച്ചു കേൾക്കാൻ കൊതിക്കുന്ന എത്ര ഉപ്പമാരുണ്ട് ഇവിടെ. പടച്ചോനെ, എന്റെ മോൻ പോകുന്നു, ഉപ്പ എന്ന് അവനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ, വാപ്പ എന്നവൻ മനസ്സ് നിറഞ്ഞു വിളിച്ചിരുന്നെങ്കിൽ, ഉമ്മ എന്നവൻ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന എത്ര ഉപ്പയും ഉമ്മയും ഉണ്ട്. കുടുംബ ബന്ധത്തിന്റെ സ്നേഹത്തെ കൂട്ടിച്ചേർക്കാൻ കഴിയാതെ നാം ലോകത്തത്ര വലിയവരായിട്ട് എന്ത് കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബ ബന്ധത്തെ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. നമ്മുടെ കുടുംബ ബന്ധത്തെ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. ആ സ്വർഗത്തിന്റെ വീട്ടിൽ വദുരിയാതിഹിം, നിങ്ങളുടെ മക്കളും നാളെ സ്വർഗത്തിന്റെ വാതിലേക്ക് കയറി വരും. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. മാതാപിതാക്കൾ, ഭാര്യമാർ, നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മുടെ മക്കളും ആ സ്വർഗത്തിന്റെ കട്ടിലോട്ട് കയറി വരും. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറയും. നമ്മുടെ മക്കൾ അങ്ങനെ ആവണ്ടേ? ആവണോ വേണ്ടയോ? മക്കൾ അങ്ങനെ ആകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി നോക്കട്ടെ. മാഷാ അല്ലാഹ്. ആ താഴ്ത്തിയിടി. മക്കൾ അങ്ങനെ ആവാൻ ഞാനൊരു ജോലി പറഞ്ഞുതരാൻ ചെയ്യുവോ? മക്കള് നല്ലവരാവാ ഒരു ജോലി പറഞ്ഞുതരാൻ പറ്റുമോ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു പറയാ, എനിക്ക് 8 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ പ്രിയപ്പെട്ട വാപ്പ എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നു. 10ാമത്തെ വയസ്സ് വരെ ആ ദിക്ർ ഞാൻ മുടങ്ങാതെ ചൊല്ലി. അപ്പോൾ എന്റെ ഹൃദയത്തിന് പ്രകാശമുണ്ടായെന്ന് 8 വയസ്സുകാരനായ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു 8ാമത്തെ വയസ്സിൽ എന്റെ വാപ്പ എന്റെ ചെവിയിൽ ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നു. 2 വർഷം തുടർച്ചയായിട്ട് ഞാനിത് ചൊല്ലിയപ്പോ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രകാശമുണ്ടായി. ഞാൻ ആ ദിക്ർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കോ? ചെയ്യോ? ആ ദിക്റാണ് അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഴി. ആ ദിക്റാണ്. അത് പറയും. അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മടി. ദിക്ർ കേട്ടിട്ടുണ്ടോ നിങ്ങള്? എവിടെ? നാളെ ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ഇവിടെ നടക്കും. ഇതൊക്കെയാണ് ഈ ദിക്റിന്റെ ഗുണം. പള്ളിയിൽ ആയിക്കോട്ടെ. നമുക്കിതൊന്നും വേണ്ട. നമുക്ക് നമ്മളോത്തിതെന്നറിയോ? ഈ ദിക്ർ ഏതാന്നറിയോ? യാ അഹദു യാ സമദു യാ വിത്രു യാ മൗലാ യാ റബ്ബു യാ നൂറു യാ ഹഖു യാ മുബീൻ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. ഇതൊക്കെ പള്ളിയിൽ വന്ന കുറെ മൊയ്ലിയാക്കന്മാര് അവർക്ക് കൈമടക്ക് കേൾക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഏർപ്പാടാണെന്ന് നമ്മൾ ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ചു. നമ്മളെന്ത് പറഞ്ഞു? ഇത് പള്ളിയിലെ മൊയ്ലിയാർക്കും കൈമടക്ക് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഏർപ്പാടാണെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു. പള്ളിയിലെ മൊയ്ലിയാരെ കൈമടക്ക് പോകട്ടെ, മൊയ്ലിയാരെങ്ങനെയും ജീവിച്ചോളും. പള്ളിയിലെ മൊയ്ലിയാർക്ക് എന്താ പ്രശ്നം? ലോകത്തില് ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് പള്ളിയിലെ മുക്രിക്കാക്ക, അല്ലേ? ലോകത്ത് ബംഗാളിക്ക് പോലും അതിനേക്കാൾ ശമ്പളം ഉണ്ടാവും. ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? പള്ളിയിലെ മുഅദ്ദിനാണ്. ഇനിയിപ്പോ ഏറ്റവും ചെറിയ ശമ്പളം മുഅദ്ദിനാണ്. ഇനി മുഅദ്ദിന് ഖത്തീബും കൂടെ ഒരു മുഈദ്ദീൻ റാത്തീബ് പോകാൻ പോയാൽ ഖത്തീബിന് 200, അപ്പോഴും മോദീന് 100ആണ്. പാവപ്പെട്ടവന് അപ്പോഴും 100ആണ്. ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് പള്ളിയിലെ മുക്രിക്കാക്ക. പക്ഷേ ഇവിടെ കോടീശ്വരന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും പള്ളിയിലെ മുക്രി കടം വന്നിട്ട് ആത്മഹത്യ ചെയ്ത കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ?
ഇല്ല. എന്നാൽ അദ്ദേഹത്തിന് അതിന് മാത്രം ശമ്പളം ഉണ്ടോ? ഇല്ല. ആ കൊടുത്തത് കൊണ്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് മൂല്യാക്കന്മാരെ മണ്ടയിലോട്ട് കയറാൻ വരണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞറിയോ, ഈ റാത്തീബും മൗലൂദും മൂല്യാക്കന്മാരെ വയറ്റി പഠിപ്പിനാണ്. മൂല്യാക്കന്മാരെ പഠിപ്പിന് റാത്തീബും മൗലൂദും വേണ്ട. അവരുടെ കാര്യം അവരുടെ കാര്യങ്ങൾ അല്ലാഹു ഭംഗിയാക്കി നടത്തിക്കോളും. ഈ ദിക്ർ എന്തിനാണ്? 8ാമത്തെ വയസ്സിൽ എന്റെ വാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. 2 വർഷം ഞാൻ മുടങ്ങാതെ ചൊല്ലിയപ്പോ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രകാശമുണ്ടായി. ആ ദിക്റാണ് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിരി, അല്ലാഹു മടി, അല്ലാഹു ഹാദിരി. അല്ലാഹു നമ്മുടെ മുമ്പിൽ ഹാജറുണ്ട് മോനെ. അല്ലാഹു നാദിരി, അല്ലാഹു നമ്മളെ നോക്കുന്നുണ്ട് മോനെ. അല്ലാഹു ഷാഹിരി, അല്ലാഹു നമ്മൾ ചെയ്യുന്നതിനൊക്കെ സാക്ഷിയാണ് മോനെ. അല്ലാഹു മടി, അല്ലാഹു നമ്മുടെ കൂടെ തന്നെ ഉണ്ട് മോനെ. ഇങ്ങനെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. ഈ രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തണം. നാളെ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന, സ്വർഗത്തിന്റെ വീട്ടിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഇവിടുത്തെ റാത്തീബ് നടക്കും. അതിലെല്ലാവരും പങ്കെടുത്ത് ആ റാത്തീബിൽ ഓതുന്ന മുഴുവൻ ദിക്റുകളാണ്, അസ്മാഉൽ ഹുസ്നയാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ. അല്ലാഹുവിന്റെ നാമങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്യീൻ എന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലെല്ലാം പങ്കെടുത്ത് ഇത് നമ്മുടെ മക്കളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിച്ച് നമ്മൾ ആ നന്മയുടെ വഴിയിലൂടെ നടക്കുക. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഞാനൊരു 5-6 വർഷം മുമ്പേ സ്ഥലത്ത് ഇവിടെ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ തന്നെ 4 വർഷം. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോ വളരെ മനോഹരമായ പള്ളി. ആ പള്ളി നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് പണി നിർവഹിച്ച വളരെ മനോഹരമായ പള്ളി. നമ്മുടെ പള്ളികൾ മനോഹരമാവണം. അവിടെ അൽഹംദുലില്ലാഹ് ദീർഘകാലമായി സേവനം ചെയ്ത ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് മുസ്ലിയാർ, അള്ളാഹു ആരോഗ്യത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അദ്ദേഹത്തിന്റെ നിർദ്ദേശത്താൽ നടക്കുന്ന മുഹീദ്ദീൻ റാത്തീബും നേർച്ചയും ദുആയും കൃത്യമായി അതിൽ പങ്കെടുത്ത് സായുജ്യമടഞ്ഞ് ദുആയ്ക്ക് ഇജാബത്തുള്ള ഈ വേദികളെ സംയോജിതമാക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളി നിർമ്മിച്ച വകയിൽ ഇനി 15 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് റഹീം സാഹിബ് പറഞ്ഞത്. 15 ലക്ഷം അല്ലേ? ഏതാണ്ട് 3 കോടി രൂപയുടെ പള്ളി വർക്കായി. ഇനിയൊരു 15 ലക്ഷം രൂപയുടെ കടവും കൂടെ ഉണ്ട്. എന്നാലും എൻ്റെ എളമ്പള്ളൂരുകാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആനയൊക്കെ മേടിച്ച് തോട്ടി കടവാന്ന് പറഞ്ഞു 3 കോടി രൂപയുടെ പള്ളി ഏതാണ്ട് പണിയായി. ഒരു 15 ലക്ഷം രൂപയുടെ കടമുണ്ട്. അത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പള്ളിക്കിനി ഒന്ന് കടമൊന്നും ബാക്കിയായിട്ടുണ്ടാവരുത്. പടച്ചോനെ, ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ റബ്ബിൻ്റെ ഭവനത്തിനൊരു കടവോ 15 ലക്ഷം റുപ്യുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടെ ഒരാൾ 1 ലക്ഷം, കഴിയുന്നവരൊരു 50,000 എല്ലാവരും കൂടെ കൂടിയാൽ ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ ഇവിടുത്തെ ആണ്ട് നേർച്ചയാണ്, ദുആ നടക്കാൻ. എല്ലാവരും 19ാമത്തെ വയസ്സിൽ ഇവിടെ വന്ന് 85 വയസ്സ് വരെ നിങ്ങളുടെ ഇമാമാണ് ഷാഹുൽ ഹമീദ് ഉസ്താദ്. നിങ്ങളുടെ ഒക്കെ ഉസ്താദാണ്. ഉസ്താദിനോട് നാളെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, നമ്മുടെ ഈ പള്ളിയുടെ 15 ലക്ഷം രൂപയുടെ കട നമുക്ക് തീർക്കാം ഈ നേർച്ചയോടുകൂടി. ഞാനൊരു 50,000 തന്നേക്കാം, ഞാനൊരു 25,000 തന്നേക്കാം, ഞാൻ 1 ലക്ഷം തന്നേക്കാം. എല്ലാവരും കൂടെ കൂടുമ്പോൾ ആ കടം അങ്ങ് തീരും. പക്ഷെ അത് തീരൂലേ? ഇത്രയും നേരം നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് ഇതിൽ മാത്രം മുടക്കി കളഞ്ഞല്ലോ മുഅ്മിനീങ്ങളെ. എല്ലാരും കൂടെ കൂടിയാന്ന് തീരൂലേ? അള്ളാന്റെ കടം തീർക്കണേ. ആരാണ് അള്ളാഹ്ക്ക് കടം കൊടുക്കാനുള്ളതെന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഭവനത്തിന്റെ മേലുള്ള കടമാണ്. ആ കടം നാളത്തെ ആണ്ട് നേർച്ചയോടുകൂടി ഇൻഷാ അല്ലാഹ് തീരണം. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. ഒന്ന് പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബക്കറ്റ് വരുമൊന്നുമില്ല. ഉണ്ടാ നടുക്കി